വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ, പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വെച്ച അവധി വന്നെത്തിയാൽ, ആ അവധിയിൽ നിന്ന് മരണത്തിന്റെ കിടക്കയിൽ നിന്നൊരു നിമിഷം പോലും വലിച്ചു കയറ്റാൻ ലോകത്തിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും സാധ്യമല്ല, ഒരു നൈപുണ്യമുള്ള ഡോക്ടർക്കും സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ്, പടച്ച തമ്പുരാന്റെ വിധിയാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തിയാലും, എന്തൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ നടത്തിയാലും, ആ മരണത്തിനുള്ള നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ മരണം നിങ്ങളെ തേടി വരുന്നതാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഈ ദുനിയാവിന്റെ ജീവിതത്തോടുള്ള അമിതമായ പ്രമത്തത കൊണ്ട് ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊരു മരണത്തിന്റെ പിടിയിൽ നിന്ന് കുതറി മാറാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ثم تردون إلى عالم الغيب والشهادة ثم تردون إلى عالم الغيب والشهادة. രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകളെ കാണുമ്പോഴും കാണാത്തപ്പോഴും എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന് ആ നാഥൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കളവ് പറഞ്ഞ് മാത്രം ശീലമുള്ള വായകൾക്ക് സീല് വെക്കപ്പെടുന്ന നിമിഷം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നേ ദിവസം നിങ്ങളുടെ നാവുകൾക്ക് സീല് വെക്കപ്പെടുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ വായകൾ സംസാരിക്കുന്നതല്ല, ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് കരങ്ങളവിടെ സംസാരിക്കുന്നതാണ്. ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ പാപസമ്മതം നടത്തിക്കൊണ്ട് സ്വന്തം കരങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പറയുകയാണ്. വതശ്ഹദു അർജുലുഹും. ആ പാപങ്ങൾ ഏറ്റുപറച്ചിലിന് സാക്ഷി പറഞ്ഞുകൊണ്ട് കാലുകളും റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നതാണ്. ആ ദിവസത്തിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര. അല്ലാഹുവിന്റെ കോടതിയിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടെ ജീവിതത്തിന് തിരശ്ശീല വീഴുന്നില്ല. അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകളില്ലാതെ മനുഷ്യനായി ലോകത്ത് ജീവിച്ച് ജനിച്ചു വീണ എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. പ്രത്യേക സമയത്തിന്റെ മാനദണ്ഡമില്ലാതെ, പ്രത്യേക കാരണത്തിന്റെ മാനദണ്ഡമില്ലാതെ ആ മരണത്തിന് ശേഷം എന്താണ്? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന. ആരാണോ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, ഉദ്ഖിലൽ ജന്ന, സുഗാഡംബരത്തിന്റെ പറുദീസയായ സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശനം നൽകപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതം വഞ്ചനയാണ്. ഈ ലോകത്തിന്റെ പളപളപ്പുകൾ വഞ്ചനയാണ്. ഈ ലോകത്തിന്റെ സൗന്ദര്യം കണ്ണിനെ വഞ്ചിക്കുന്നതാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഭൗതികമായ പ്രമത്തത പൂത്ത മനുഷ്യ മക്കളോട് അല്ലാഹു ചോദിക്കുകയാണ്, മനസ്സിനെ ഉണർത്താൻ, മനുഷ്യനെ ഉയർത്താൻ, മനുഷ്യന്റെ മസ്തിഷ്കത്തെ
പ്രവർത്തന സജ്ജമാക്കാൻ അല്ലാഹ് ചോദിക്കുകയാണ്. പിറകോട്ട് നോക്കുക. ലോകത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികൾ, ലോകത്ത് കഴിഞ്ഞുപോയ കുബേരപുത്രന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ രാഷ്ട്രത്തലവന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ പണക്കാര്, ലോകത്ത് കഴിഞ്ഞുപോയ പേരുകേട്ട പ്രശസ്തന്മാർ, ഇവരെല്ലാം എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ്, എത്ര പരന്നു കിടക്കുന്ന സാമ്രാജ്യങ്ങളാണ്, എത്ര കിരീടങ്ങളാണ്, എത്ര ചെങ്കോലുകളാണ്, എത്ര സിംഹാസനങ്ങളാണ്. ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ വിട്ടേച്ചു പോയത് ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഉണർത്തലുകളാണ്. മരണമാകുന്ന സത്യത്തെക്കുറിച്ച് ഉണർത്തി ഈ ലോകത്തിന്റെ നിരർത്ഥതയെക്കുറിച്ചും ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചും മനുഷ്യ മനസ്സുകളെ തൊട്ടുണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പനയോലപ്പായയിൽ കിടന്ന് ശരീരത്തെ പാടുവരിച്ചപ്പോ പ്രിയപ്പെട്ട അനുയായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, കിസ്റായും കൈസറും മാതകത്തിടമ്പുകൾ കൊച്ചു മണിമാളികയിൽ ആർത്തുല്ലസിക്കുന്ന സമയത്ത് അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് ജീവിതത്തിന്റെ സകല സുഖങ്ങളും നുകരുമ്പോ താങ്കൾ, ലോകത്തിന് കാരുണ്യമായി റബ്ബ് അവതരിപ്പിച്ച താങ്കൾ, ഇതാ പരുപരുത്ത പനയോലപ്പായയിൽ കിടന്ന് സ്വന്തം ശരീരത്തിൽ പാടുവച്ചിരിക്കുകയാണ്. എന്താണ് റസൂലേ ഇതെന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടിയുണ്ട് യുവാക്കളെ. ആ മറുപടി എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ അലയടിക്കണം. ജീവിതത്തിന്റെ സകല മേഖലകളിലും ശരീരത്തിന്റെ അകത്തൂടെ ഒഴുകുന്ന ഓരോ സിരകളിലും ഓരോ തുള്ളി രക്തത്തിലും ആ റസൂലുള്ളാന്റെ വാക്കുകൾ അലിഞ്ഞു ചേർന്നിരിക്കണം. ഉമറേ, ഈ ലോകം നമുക്ക് വേണ്ടിയുള്ളതല്ല, ഈ ലോകത്തിന്റെ സുഖം നമുക്ക് വേണ്ടിയുള്ളതല്ല, ഈ ലോകത്തിന്റെ ആഹ്ലാദം നമുക്ക് വേണ്ടിയുള്ളതല്ല. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. ഈ ലോകത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. അല്ലാഹുവിന്റെ കോടതി പിരിഞ്ഞതിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതം നശ്വരമാണ് ഉമറേ, ആ ജീവിതമാണ് ഏറ്റവും ഖൈറായത് ഉമറേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നുവെങ്കിൽ പ്രിയപ്പെട്ട യുവാക്കളെ, എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ജീവിതത്തിന്റെ പ്രമത്തതയിൽ മുഴുകി ഭൗതികമായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേവലം നാൽക്കാലികളെ പോലെ കഴിഞ്ഞുകൂടേണ്ടവരല്ല നാം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്താശേഷി തന്നിട്ടുണ്ട്, അപഗ്രഥന ശേഷി തന്നിട്ടുണ്ട്. തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും, ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും, നീതി എന്താണെന്നും അനീതി എന്താണെന്നും, സത്യമെന്താണെന്നും അസത്യമെന്താണെന്നും വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് മരണത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്ന ആ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ, മരണത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്ന ആ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ, ആ ജീവിതത്തിൽ സമ്പന്നനാകാൻ, ആ ജീവിതത്തിൽ സൗഖ്യം നേടാനാകണം നമ്മുടെ പ്രവർത്തനം. ദാലിക്കൽ ഫൗസുൽ കബീർ, അതാണ് മഹത്തായ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഈ ലോകത്ത് നാം എങ്ങനെ ജീവിച്ചിട്ടെന്ത് കാര്യം? ഈ ലോകത്ത് എത്ര പേരും പെരുമയും പ്രശസ്തിയും നേടിയിട്ടെന്ത് കാര്യം? നാളെ പരലോകത്തെത്തുമ്പോ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സൂറത്തു സുമറിന്റെ അവസാനത്തെ ഭാഗത്ത് ആ രണ്ട് വിഭാഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാ, വസീഖല്ലദീന തഖൂ റബ്ബഹും വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റുസുലും മിൻ ഖബ്ലികും. അല്ലാഹു പറയാണ്, ജീവിതത്തിൽ നിഷേധം കൊണ്ട് നടന്ന ആളുകൾ, ജീവിതത്തിൽ ഈ ദുനിയാവിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിയ ആളുകൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് പോകുന്നതാണ്. ആ നരകത്തിന്റെ അടുത്തേക്ക് അവരെടുക്കുമ്പോ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതാണ്. ആ നരകത്തിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, ഭീകരമായ ഈ നരക
നരകത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ, ഭീകരമായൊരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്കിടയിലേക്ക് മുന്നറിയിപ്പുകാര് കടന്നു വന്നിട്ടില്ലേ? നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ. വന്നിട്ടുണ്ട് മുന്നറിയിപ്പുകാര് വന്നിട്ടുണ്ട്, പ്രബോധകന്മാര് വന്നിട്ടുണ്ട്. ഉത്ബോധനത്തിന്റെ ശബ്ദം ജീവിതത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. ശബ്ദം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, സീഡി കേട്ടിട്ടുണ്ട്, വിജ്ഞാന വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല. ആ വാക്കുകൾ ഞങ്ങളുടെ കർണപുടങ്ങളിലേക്ക് പ്രവേശിച്ചുവെന്നല്ലാതെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് ഖേദിക്കുന്ന, എന്ന് സങ്കടപ്പെടുന്ന, എന്ന് വേവലാതിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാനായിരിക്കരുത് പ്രിയപ്പെട്ട യുവാക്കളെ. നിങ്ങളുടെ വിയർപ്പിന്റെ തുള്ളികൾ ഉറ്റുവീഴുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് മറിച്ച് നെറ്റിത്തടത്തിൽ നിന്ന് ഉറ്റുവീഴുന്ന ഓരോ വിയർപ്പിന്റെ തുള്ളികളിലും എന്തിനു വേണ്ടിയാകണം? സൂറത്തു സുമർ പഠിപ്പിച്ച വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾ, ജീവിതത്തെ കുറ്റവിമുക്തമാക്കിയ ആളുകൾ, ജീവിതത്തെ പാപത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് സംശുദ്ധമായ പാന്താവിലൂടെ സഞ്ചരിച്ച ആളുകൾ നാളെ കൂട്ടം കൂട്ടമായി സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ആ സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, സമാധാനമാണ്, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ അതിൽ നിത്യവാസികളായിക്കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട യുവാക്കളെ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ ഒരു അനുഭൂതിക്ക് വേണ്ടിയാകണം, ഈ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായി റബ്ബിന്റെ റഹീം എന്ന് പറയുന്ന സിഫത്തിൽ റിസർവ് ചെയ്യപ്പെട്ട ആ അനുഗ്രഹത്തിന് ഉടമകളായി സ്വർഗലോകത്തേക്ക് പ്രവേശിച്ച് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കതീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, മുള്ളില്ലാത്ത ഇലന്തമരത്തിൽ, തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിൽ, ഒഴുകുന്ന അരുവിജലങ്ങളിൽ, മുടക്കമില്ലാത്ത പഴവർഗ്ഗങ്ങളിൽ, ഉയർത്തിവിരിക്കപ്പെട്ട പരവതാനികളിൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നാനാതരത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കാലങ്ങൾ സ്വർഗവാസികൾ സ്വർഗത്തോപ്പുകളിൽ കഴിയുമ്പോ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സ്വർഗവാസികളെ മുഴുവൻ ഒരു താഴ്വരയിലേക്ക് വിളിച്ചു ചേർക്കുന്നതാണ്. ആ താഴ്വരയിൽ സ്വർണത്തിന്റെ ഇരിപ്പിടമുണ്ടായിരിക്കും, വെള്ളിയുടെ ഇരിപ്പിടമുണ്ടായിരിക്കും, സ്ഫടികത്തിന്റെ ഇരിപ്പിടമുണ്ടായിരിക്കും, കർപ്പൂരത്തിന്റെ ഇരിപ്പിടമുണ്ടായിരിക്കും. അവിടെ അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഇരുത്തം കൊള്ളുന്ന വിശ്വാസികളോട് അല്ല ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? വിശ്വാസികൾ മറുപടി പറയാൻ, നാഥാ, നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ, എന്താണോ നീ വാഗ്ദാനം ചെയ്തത് അത് മുഴുവൻ ഞങ്ങൾക്ക് നീ തന്നില്ല റബ്ബേ, ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അടിമക്കും ഉടമക്കും ഇടയിലുള്ള മറയങ്ങ് നീക്കപ്പെടുകയാണ്, അടിമക്കും ഉടമക്കും ഇടയിലുള്ള മറയങ്ങ് നീക്കപ്പെടുകയാണ്. പൂർണ്ണ നിലാവുള്ള ദിവസം, സുന്ദരമായ ചന്ദ്രമുഖം, ലോകം മുഴുവൻ ബുദ്ധിമുട്ടില്ലാതെ കാണുന്നത് പോലെ സൃഷ്ടിച്ച ബ്രഹ്മാണ്ഡകടാഹത്തിന്റെ തമ്പുരാനായ അഖിലാണ്ഡ മണ്ഡലത്തിന്റെ നാഥൻ മനുഷ്യ മനസ്സിന്റെ മന്ത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ച് അവന്റെ രഹസ്യത്തിന്റെ ഏറ്റവും വലിയ അറിവുദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആ സ്വർഗീയ ലോകത്ത് വെച്ച് മനുഷ്യകുലം മുഴുവൻ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. യുവാക്കളെ,
നമ്മുടെ റബ്ബിനെ കാണാൻ, നമ്മുടെ നാഥനെ കാണാൻ, നമ്മുടെ റബ്ബിനെ കാണാൻ, നമ്മുടെ സൃഷ്ടാവിനെ കാണാനാകണം നമ്മുടെ പ്രവർത്തനം. അവസാനം മരണശയ്യയിൽ വൃദ്ധനായി അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റിൽപ്പെട്ട് റോഡിന്റെ നടുവിൽ വെച്ച് പിടഞ്ഞു മരിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് ICUവിന്റെ അകത്ത് കിടന്ന് മരിക്കുമ്പോ, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗം മൂത്ത് മരിക്കുമ്പോ, എങ്ങനെയായാലും മരണം ഏത് രീതിയിലായാലും ആകാശലോകത്ത് നിന്ന് വെളുത്ത വസ്ത്രധാരികളായ മാലാഖമാര് വന്നുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, അല്ലയോ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിർവൃതിയടഞ്ഞ ആത്മാവേ, മടങ്ങിയാലും ഇത് മടങ്ങാനുള്ള സമയമാണ്, ഇത് തിരിച്ചു വരാത്ത മടക്കയാത്രക്കുള്ള സമയമാണ് എന്ന് പറയുമ്പോ ശരീരത്തിന്റെ അകത്ത് നിന്ന് കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നത് പോലെ ആത്മാവ് പുറത്തേക്ക് വന്ന് അള്ളാഹുവിന്റെ അഭിവാദ്യം ഫദ്ഖുലി ഫീ ഇബാദി, ഫദ്ഖുലി ഫീ ഇബാദി. ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ആബിദീങ്ങളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂടെ ഫദ്ഖുലി ഫീ ജന്നതി, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന അഭിവാദ്യം, അള്ളാഹുവിന്റെ മാലാഖമാരുടെ പക്കൽ നിന്നുള്ള അഭിവാദ്യം കർണപുടങ്ങളിൽ പതിക്കുന്നത് വരെ നിതാന്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക യുവാവേ. വിശ്രമമില്ലാത്ത 23 വർഷക്കാലത്തെ നുബൂവത്തിന്റെ പ്രവർത്തനം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന അശാന്ത പരിശ്രമത്തിന്റെ മാതൃകകളാക്കിക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങുക യുവാക്കളെ. സ്ഥാനമാനങ്ങളല്ല, അഭിനന്ദനങ്ങളല്ല, അനുമോദനങ്ങളല്ല, പൂച്ചെണ്ടുകളല്ല, പ്രശംസകളല്ല, അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ സ്വന്തത്തോട് പറഞ്ഞു കൊടുക്കുക, എന്റെ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനമായാലും പ്രബോധന പ്രവർത്തനമായാലും പ്രബോധനത്തിന്റെ വീതിയിലുള്ള അശാന്തമായ പരിശ്രമമായാലും അതൊന്നും ആരുടെയും പക്കൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനല്ല, ഒരു സ്ഥാനമാനവും നേടാനല്ല. മറിച്ച് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ ഖംതരീറാ, വലിയ ബുദ്ധിമുട്ടിന്റെ മുഖം കരിച്ചു കളയുന്ന ആ ദിവസത്തെ ഞാനിതാ ഭയപ്പെടുകയാണ്, ഞാൻ പേടിക്കുകയാണ് എന്നൊരു ഉദ്ദേശം മനസ്സിൽ വെച്ച് പ്രിയപ്പെട്ട യുവാക്കളെ പ്രവർത്തിക്കുക. നിങ്ങളുടെ കയ്യിലാണ് ഈ സമൂഹത്തിന്റെ ഭാവി, ഈ സമുദായത്തിന്റെ ഭാവി, ഈ രാജ്യത്തിന്റെ ഭാവി. നിങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ ലോകം മനസ്സിലാക്കുക, നിങ്ങളിലൂടെയാണ് ഈ രാഷ്ട്രം ലോകത്തിന് മനസ്സിലാക്കുക. അപക്വമായ ചിന്തകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ മാതൃക സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും പക്വതയുടെയും വിട്ടുവീഴ്ചയുടെയും ബുദ്ധിയുടെയും ചിന്തയുടെയും സരണിയിലേക്ക് കടന്നുവന്ന് എന്താണ് യഥാർത്ഥ ഇസ്ലാമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയ യുവാക്കളെ നിങ്ങൾ മുതിരുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമം ഒരിക്കലും ഈ ലോകത്തുള്ള നേട്ടത്തിന് വേണ്ടിയാകരുത്. ആ പരിശ്രമത്തിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം, സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹമായിരിക്കണം, നരകത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഒരുക്കി വെച്ച സുന്ദരമായ സ്വർഗദേഹത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഭീകരമായ നരകത്തിൽ നിന്നുള്ള മോചനം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നാഥ, ഈ സമുദായത്തിന്റെ യുവത്വത്തെ നീ പരിശുദ്ധപ്പെടുത്തണയല്ല, ഇവരെ പരിഷ്കരിക്കണയല്ല. അല്ലാഹുവേ, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും ചെളിക്കുണ്ടിൽ ചെന്ന് വീണ മുസ്ലിം യുവത്വത്തെ മോചിപ്പിക്കണേ നാഥ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.